എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞാനിന്നിവിടെ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞാനൊരു 6 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, 2 സവോള, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി നമുക്ക് ആ വറ്റൽമുളകിൻ്റെ ഞെടുപ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു ബൗളിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഈ വറ്റൽമുളകൊക്കെ ഇതിൽ കിടന്നൊന്ന് കുതിരണം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നോക്കാം. ഞാൻ ആ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുത്തൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ശർക്കര, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാനൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് ചൂടായി വന്നപ്പോൾ ഞാൻ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ആ പൊട്ടുകടലയും തുവരപ്പരിപ്പും ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് ചൂടായി വരട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയില്ലേ, അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊട്ടുകടലയും കടലപ്പരിപ്പും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉഴുന്നുപരിപ്പുണ്ടെങ്കിൽ അത് മാത്രം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പൂടി ഇട്ട് കൊടുത്തു. ഉപ്പൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചില്ലേ ആ വറ്റൽമുളക്, അതും കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇല്ലെങ്കിൽ അതിന് പകരം നമ്മൾ ലാസ്റ്റ് വറ്റൽമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് ഇളക്കുക. ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് ആ വാളംപുളി കൂടി ചേർത്ത് കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി ആ വാളംപുളിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഓഫാക്കി തീയൊക്കെ ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിടാവുള്ളേ. നന്നായിട്ട് തണുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ സവോളയൊക്കെ വഴറ്റിയില്ലേ, ആ പാനിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിയപ്പോഴത്തേന് ഞാൻ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ടു, 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ചമ്മന്തിയുടെ കൂട്ടില്ലേ, അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ആ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളമയമൊക്കെ ഒന്ന് പറ്റുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ സമയത്ത് നമ്മളതിൻ്റെ ഉപ്പും ഒക്കെ ഒന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ 1 ടേബിൾ സ്പൂൺ ശർക്കര, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. കണ്ടോ, നല്ല ടേസ്റ്റ്, ഇപ്പം തന്നെ നല്ലൊരു മണമാണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുളക് ചമ്മന്തിയാണേ ഇത്. ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ജയ രാജേഷ് എന്നുള്ള പേര് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. ഞാനിവിടെ ദോശയും ചമ്മന്തിയും കൂടാണ് കഴിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. ഇനി നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.